ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അടവി എക്കോ ടൂറിസം വരെ ചെന്നെത്തുന്ന വീഡിയോയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടവി എക്കോ ടൂറിസത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ ബൈക്കാണ്, സൂപ്പർ ബൈക്കാണ്. ടിക്കറ്റ് എത്രയാണ്? ഒരു എത്ര പേർക്ക് പോവാം? 600 രൂപയാണ്. എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണം? താഴെ അല്ലേ? അത് മാത്രമേ ഉള്ള അരമണിക്കൂറത്തേക്കല്ലേ? ഓ വാ വാ. ആറ് ആറ് 7 മതിയായിരുന്നല്ലേ? കുട കൊണ്ടുപോകാമോ? താങ്ക് യു. നിനക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? നീ പ്രോ അല്ലേ? നീ പ്രോ അല്ലേ? പ്രോയാ? ഞാനൊരു പ്രോയും. ഫസ്റ്റ് ടൈം കുട്ടവഞ്ചിയിൽ പോവാൻ. നീ ഇതിനു മുമ്പ് പോയിട്ടില്ലല്ലേ? നിന്നടുത്തൊക്കെ മനുഷ്യന്മാര് സംസാരിക്കോ? ചെരുപ്പ് ഊരട്ടെ? പറയട്ടെ. വ്ളോഗാണ്. ചെരുപ്പ് ഊരണം കേട്ടോ. ഇതിലാണോ? ദൈവമേ. രാവിലെയാണ് കുറച്ചും കൂടെ രസമല്ലേ? ഉല്ലാസയാത്രകളുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ഇത്രയും വെയിൽ. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഉച്ച സമയമില്ല, 1 മണിയായില്ല, ഒരു ശകലം വെയിൽ കാണും. പക്ഷേ സൈഡിൽ കൂടെ പോകുന്നെങ്കിൽ വേറൊരു കാര്യമുണ്ട്, പരമാവധി നമ്മൾ കടലത്തോടെ കൊണ്ടുപോകത്തില്ല. എന്നാലും ഇപ്പോൾ ഈ അന്തരീക്ഷം ചൂടായി നിൽക്കുന്നുണ്ട്. ഭയങ്കര ചൂടല്ലേ? മഴയാണെങ്കിൽ നമുക്ക് നനഞ്ഞു പോകാം, അത് കുഴപ്പമില്ല. നനയാണെങ്കിൽ നനയാം, കുട പിടിക്കണമെങ്കിൽ കുട പിടിക്കാം, അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ സൗകര്യം പോലെ അന്നേരം നമുക്ക് റെയിൻകോട്ടൊക്കെ അപ്പോൾ ഇവിടെ കാണോ? റെയിൻകോട്ടൊന്നും ഇല്ല. റെയിൻകോട്ട് ഇരിക്കുന്നവർക്ക് ഇരിക്കാം. നിങ്ങൾക്ക് ഇനിയും കുട പിടിച്ചുകൊണ്ട് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അതല്ല ഇനി നനഞ്ഞു പോകണമെങ്കിൽ അങ്ങനെ പോവാം. അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ മഴ സമയത്ത് നമുക്കിവിടെ യാത്രയുണ്ട്. യൂട്യൂബുണ്ട് നമുക്കാണ്. നമ്മൾ രാവിലെ 8:30 തൊട്ട് 5:00 വരെ ടിക്കറ്റ്. 8:30 തൊട്ട് 5:00 വരെ. നമുക്കിവിടെ അവധിയില്ല, എന്നും ഉണ്ട്. ഇപ്പോൾ സീസണും കൂടെ അല്ലേ? സീസണാണ്. നമുക്കിപ്പോൾ വെക്കേഷനല്ലേ? നല്ല തിരക്കായി. എക്കോ ടൂറിസങ്ങളും തിങ്കളാഴ്ച ദിവസം അവധിയായി. ഇവിടെ പക്ഷേ അതല്ല, ഇതുണ്ട്. കേരളത്തിലെ എക്കോ ടൂറിസങ്ങളെല്ലാം ഒരു ദിവസം അവധി. അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഗവി അടവി നമുക്ക് പിന്നെ വർക്കുള്ള ദിവസമാണ്, കുഴപ്പമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മളിവിടെ ഒരു പൊതുവായിട്ടൊരു അവധി എന്ന് പറയുമ്പോൾ തിരുവോണം ഒരു ദിവസമേ അവധിയുള്ളൂ.
ഈ പിന്നെ വനംവകുപ്പിൻ്റെ വകുപ്പിൽ ഇത് നമുക്ക് അവധിയാക്കി. ബാക്കി എല്ലാ ദിവസവും പെട്രോളിംഗ്. പിന്നെ നമുക്കിപ്പം ഈ വലിയ വെള്ളമൊക്കെ വരുന്ന സമയത്ത് കളക്ടർ ജില്ലയ്ക്കൊക്കെ നമുക്ക് അവധി പറയും. പ്രളയമൊക്കെ ആ സമയത്ത് ഇവിടെ കാണാം. അല്ലാത്ത ഇപ്പോൾ പിന്നെ വല്ല ഈ വോട്ടുകളൊക്കെ വരുമ്പോൾ വല്ല ഹർത്താൽ വരുമ്പോൾ അങ്ങനെയുള്ള അവധികൾ. അല്ലാതെ തിങ്കളാഴ്ച ദിവസം ആനക്കൂട് അവധിയാണ് കോന്നിയിൽ. ആനക്കൂടോ? കോന്നി ആനത്താവുന്നുണ്ട്. ആനക്കൂട് അത് ഇവിടെ നിന്ന് എത്ര ദൂരം വരും? ഇവിടെ നിന്ന് 14 ഇവിടെ നിന്ന്. പക്ഷെ നിങ്ങൾ കോന്നിന്നാ പറഞ്ഞേ. കോന്നി ടൗണിൽ നിന്ന് ഒരു 400 മീറ്ററേ ഉള്ളൂ. നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ തൊട്ട് അടുത്താണ്. ആനക്കൊട്ടിലാണോ? ആനക്കൊട്ടിലാണ്. നിങ്ങളവിടെ കയറിയില്ലല്ലോ? ഇല്ല, കയറിയില്ല. ഞങ്ങൾ നേരെ മാപ്പിട്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോഴേ കോന്നാലിയല്ലേ. ചേട്ടാ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഞാൻ 12 ദിവസം. ഇത് ഇങ്ങനെ കറക്കത്തില്ലേ? കണ്ടിട്ടുണ്ട്. അല്ല, എങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇരുത്തിക്കൊണ്ട് റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞു അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ലാഞ്ചുന്ന പോലെയൊക്കെ ആയി. മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ. നമ്മള് വരുന്ന വഴിക്കും എന്തോ ഒരു ബോർഡ് കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ബാംബു ഹട്ട്. ബാംബു ഹട്ടിന് തൊട്ട് മുമ്പായിട്ടാണ് അത് ആരുണ്ണി കഫേ എന്നൊക്കെ പറഞ്ഞൊരു കടയിൽ. ഉണ്ട്. അത് തന്നെ അവിടെ തന്നെയാണ് നമുക്ക് ബാംബു ഹട്ട്. അത് നമ്മുടെ ഈ മരത്തേല വീടുകളാണ്. നമുക്കിപ്പോൾ അതിനുള്ള പണി നടക്കുന്നത് മെയിൻറ്റെയിൻ പണി നടക്കും. അപ്പോൾ എല്ലാം ഓപ്പൺ അല്ല. ഇപ്പോൾ ആളില്ല. അപ്പോൾ അതിൻ്റെ പണി ഞങ്ങൾ വന്ന സമയം മോശമായിപ്പോയി അല്ലേ? ഭയങ്കര വെയിലായിപ്പോയി. ആന പോകുന്ന സ്ഥലമാണോ ഇത്? കണ്ടില്ലേ? ആന ഇങ്ങനെ ഇറങ്ങി ലൈവായിട്ട് ആന ഇറങ്ങി നമുക്ക് ശല്യമൊന്നുമില്ല. അതാണ് പോയിക്കോളൂ. അതിൻ്റെ നമ്മളിപ്പം ഒരാന നിന്നാൽ നമ്മളതിൻ്റെ കീഴിൽ ചെല്ലത്തില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ചെന്നാൽ പിന്നെ അവർ കൈകാര്യം ചെയ്തു. നമ്മളൊന്നും അറിയണ്ട. ഈ സമയത്തൊന്നും ഇറങ്ങത്തില്ല. ശരിയാ. ഈ നമ്മുടെ ഈ വലത്തുവശത്ത് കമ്പം, തേനി, തേക്കടി, ഗവി ആയിട്ട് ഇങ്ങനെ കണക്റ്റായി കിടക്കും. അപ്പോൾ എല്ലാം ഉണ്ട്. ആനയുണ്ട്, പ്ലാവുണ്ട്, കാട്ടുപോത്തുണ്ട്, കടുവയുണ്ട്, എല്ലാം ഉള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ശല്യമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ആനകൾ ഇറങ്ങി അക്കരെ പോവും. നമ്മൾ ചിലപ്പം ഇങ്ങനെ റൈഡുമായിട്ട് വരുന്ന സമയത്തൊക്കെ ആന ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ ശല്യപ്പെടുത്തായിരുന്നു. നമ്മൾ അതിനെ ശല്യം ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോയി അതാ അതിൻ്റെ കാര്യം നോക്കി. അതുമായിട്ടൊന്നും യാതൊരു വിഷയം. ആ കാണുന്ന റോഡാണ് നിങ്ങൾ തണ്ണിത്തോടെന്ന് ചോദിച്ചത്. ഏതാട്ടാ ആ വണ്ടി പോകുന്നത് അതുവഴി പോയാൽ തണ്ണിത്തോട്, ചിറ്റാറ്, സീതത്തോട്, ആങ്ങമൊഴി, ഗവി, പിന്നെ അതുവഴി പോയാൽ കിലാപ്പള്ളിക്കെല്ലാം ശബരിമലയ്ക്ക് പോകാം. പിന്നെ നമുക്ക് കമ്പം, തേനിയിലോട്ട് ഇറങ്ങാം. എരുമേലി, റാന്നി, അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. ഗായ്സ്, അപ്പം നമ്മൾ സത്യൻ ചേട്ടൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അയ്യോ, എന്തായാലും ഞങ്ങൾ വന്ന സമയം അല്പം മോശമായിപ്പോയി. നമ്മൾ ഈ സൈഡ് വെച്ചല്ലേ പോകുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ചാടി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പൊതുവെ ഇപ്പൊ ഇച്ചിരി ചൂടുള്ള സമയം. സൂക്ഷിച്ചിരുന്നോളൂ. കുഴപ്പമില്ലല്ലേ? ബ്രേക്ക് ഒന്നും ഇല്ല. സൂക്ഷിച്ചിരുന്നോ? ചേട്ടൻ ഇതിൽ എക്സ്പേർട്ട് ആണെന്നോ അല്ലേ ചേട്ടാ? അടിപൊളി. അയ്യോ, അവക്ക് പ്രഷറൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നല്ലേ? അയ്യോ, ഇതാണ് എന്റർടൈൻമെന്റ്. ചേട്ടാ മെസ്സേജ് ഇത് എനിക്കൊരു എന്റർടൈൻമെന്റ് അല്ലാന്ന്. എടുത്തെടുത്ത് കിട്ടി. ഇതാണ് ബ്രേക്ക്. സ്റ്റോപ്പ് ചെയ്യുന്ന
അടിപൊളി. ഇത് എത്രയാണ്? 2. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇത് എത്രയാണ്? 3. എന്താ? ഈ കറക്റ്റ് ചെയ്യേണ്ട കാരണം എന്താണ്? ഇല്ല. എന്താണ് കറങ്ങേണ്ട? കറങ്ങാൻ പോയാൽ എവിടെ പോയാന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് കറങ്ങാൻ പോയി. കാണിച്ചും കൂടി. ഇത് കടമ്പ് പൂത്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കടമ്പ് പൂത്തിരിക്കുന്നുണ്ടോ? അറിയത്തില്ല. ഒരു വൃക്ഷമാണ്, അതിന്റെ പൂവാണ് കണ്ടോ, റംബൂട്ടാൻ പോലെ നിക്കുന്നല്ലേ? കടമ്പ് പൂത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പൂക്കളൊക്കെ അത് ബോഗൻവില്ല, കമല സ്റ്റഡി അല്ലേ? അതല്ലേ ഈ ഗൈസ്, നിങ്ങൾക്ക് കാണാമോ ഇതിലൊരു പരുന്തിരിക്കുന്നത്? കാണുന്നുണ്ട്. ഇപ്പൊ കാണാം. ഈ പരുന്തിനെ പറ്റിയാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞേ. അത് കഴിക്കുന്ന നോക്ക്. ഈ മരത്തിൽ തന്നെയായിരുന്നു അതിന്റെ കൂട്. അപ്പൊ അതങ്ങനെ മുട്ടയിട്ട് വിരിഞ്ഞ് അതിപ്പോ ഇറങ്ങി ഇവിടെ വന്നിരുന്ന് മീൻ പിടിക്കും. നമ്മളിപ്പോ അടുത്ത് വന്നാൽ തന്നെ അത് പറന്നു പോകത്തില്ല. അതുപോലെ ഈ മരത്തിലൊക്കെ അടുത്തിരിക്കും. കാരണം നമ്മളെ അത് കുഞ്ഞിലേ തൊട്ട് കാണുന്നുണ്ട്, പരിചിതമായ മീനൊക്കെ പിടിച്ചങ്ങനെ കണ്ടോ. ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും അടുത്ത് വന്നിട്ട് പോലും അത് പോകുന്നില്ലല്ലോ, പരിചയമുള്ളതുകൊണ്ടാണ് അത്. പിന്നെ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് 4 പേര് ഒരു കുട്ടിയെ നമ്മൾ വെച്ചിരിക്കുന്നത്. മാക്സിമം 4 പേര്. മാക്സിമം 4 പേര് ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൂടാണ് നമ്മൾ ഇതിനകത്ത്. അങ്ങനെ മൊത്തം 5 പേർക്ക് യാത്ര ചെയ്യുക. 600 രൂപയാണ്. അരമണിക്കൂർ സമയം, 3/4 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നത്. മഴയാവുമ്പോൾ നല്ല വെള്ളം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 3/4 കിലോമീറ്റർ വരത്തില്ല. സമയം നമ്മൾ കൊടുക്കും, പക്ഷെ ദൂരം കുറയ്ക്കും. കുറയ്ക്കെന്ന് പറഞ്ഞാൽ ദൂരം പോകാൻ പറ്റത്തില്ല. ഒഴുക്കിനെതിരെ തുടങ്ങി വരും. രാവിലെ 8:30 തുടങ്ങിയ വൈകിട്ട് 5:30 വരെയും കണ്ടിന് ടിക്കറ്റ്. അത്ര തിരക്ക് വേണമെങ്കിലും വരാം. നമുക്ക് രാവിലെ 7:30 ആകുമ്പോൾ തന്നെ KSRTC വരുന്നുണ്ട്. നല്ല തിരക്കൊക്കെ ഉള്ളപ്പോൾ നല്ല വരുമാനമാണ്. ഓൺലൈൻ പേയ്മെന്റേ ഉള്ളല്ലേ? അത്രയും ഓൺലൈൻ പേയ്മെന്റ്. പിന്നെ അതുപോലെ നേരത്തെ ഒന്നും ഇതുപോലെ ഇവിടെ വന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. അല്ലാതെ നേരത്തെ ഓൺലൈൻ ടിക്കറ്റിങ് അങ്ങനെ ബുക്ക് ചെയ്യുന്നൊന്നും വേണ്ട. ഈ കുംഭാവുരുട്ടി എന്ന് പറയുന്ന കുംഭാവുരുട്ടി നമ്മുടെ അച്ചൻകോവിലാണ്. അത് അവിടെ ഇതുപോലെ അല്ലേ? അത് അവിടെ ഇപ്പം വെള്ളമില്ല. അവിടെ അങ്ങനെ ഇതല്ലല്ലോ, വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ, കൊട്ടവഞ്ചിയൊന്നുമില്ല. അവിടെ നിന്നും വരുന്നുണ്ട്. KSRTC അച്ചൻകോവ് കുംഭാവുരുട്ടി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു. അത് പക്ഷേ ഈ ആദ്യം ഇവിടെ വന്ന് കൊട്ടവഞ്ചി കയറി ഇവിടുന്ന് നേരെ അച്ചൻകോവിലെ ക്ഷേത്രം കഴിഞ്ഞ് കുംഭാവുരുട്ടി പോയിട്ട് തിരിച്ചു പോകുന്നു. അത് കൊല്ലത്തുനിന്നൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഉല്ലാസയാത്ര വന്നിട്ടുണ്ട്. പരിപാടി ബഡ്ജറ്റ് ടൂറിസം. ബഡ്ജറ്റ്. കുംഭാവുരുട്ടി ഇതുപോലെയല്ലേ? കൊട്ടവഞ്ചിയില്ല. കേരളത്തിലെ ഈ യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഇവിടെ അടവിലാണ് ആദ്യമേ. അത് കഴിഞ്ഞിപ്പം വല്ല റിസോർട്ടിലൊക്കെ ഉണ്ട് ചെയ്യുന്നതായിരിക്കും. അല്ല, കുംഭാവുരുട്ടി ഇല്ല. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. അത് തമിഴ്നാടിന്റെ ബോർഡറല്ലേ, നമ്മുടെ പൊന്മാൻ പോണുണ്ടോ? പൊന്മാൻ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറ്റാലോ, കുംഭാവുരുട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് കുറ്റാലോ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉണ്ട് കൊട്ടവഞ്ചി. അല്ല, തെമ്മലുണ്ട് ഡാമില്. ഇതുപോലെ വനത്തിനകത്ത് കിട്ടാൻ നമുക്കാണ് ഇവിടെ സീതത്തോട്ടിലുണ്ടായിരുന്നു. അത് നിർത്തി. അത് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, പക്ഷെ അത് നടന്നില്ല, വിജയിച്ചില്ല. എന്ന് പറയുമ്പം വനം വകുപ്പ് അല്ലേ നടത്തും. ഇവിടെയുള്ള ആൾക്കാരെ മാത്രം ആശ്രയിച്ച് ഉദ്ദേശിച്ചാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഞങ്ങളെല്ലാം ഇവിടേക്ക് അടുത്തുള്ളവരാണ്. ഇതിൻ്റെ നടത്തിപ്പെന്ന് പറയുമ്പോൾ വനം വകുപ്പ് ആണെങ്കിലും ഞങ്ങളെല്ലാം കരാർ ജീവനക്കാർ പോലെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഓരോ വന വികാസ ഏജൻസി അല്ലെ വന സംരക്ഷണ സമിതി എന്ന് പറയും. ഞങ്ങൾ VSS എന്നാണ് അതിനെ ചുരുക്കനാമത്തിൽ പറയുന്നത്, സംരക്ഷണ സമിതി. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ വനം സംരക്ഷിക്കുക. അപ്പോൾ അതിനോട് വരികയായിട്ട് നമുക്കൊരു തൊഴിൽ തരികയാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരാണ് ഇതിപ്പം നടത്തിക്കൊണ്ടുപോകുന്നത്. ടൂറിസം. അപ്പം ഇത് വനം വകുപ്പാണ് ഫുള്ള്. ഞങ്ങളെ എല്ലാം നിർത്തിയിരിക്കുന്നത് ഡെയിലി വേജസ് പറഞ്ഞു മനസ്സിലായി. അതാണ് ഈ വനസംരക്ഷണത്തിന്. ഇപ്പം ഞങ്ങൾക്ക് രാവിലെ ഇവിടെ
എന്നും ജോലിയില്ല, ഒന്നുമില്ല. ആനയെന്ന് പറയുന്നത് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ അയ്യത്ത് യഥാർത്ഥത്തിൽ ഒരു മൂട് കാന്താരിക്കൊണ്ട് വെക്കാൻ പറ്റാത്ത കുറേ ഇത് വന്നു. എന്തുവെന്ന് വെച്ചാൽ കുറേ മയിൽ വന്നിട്ട് വനമായിക്കൊണ്ട് മുട്ടയിട്ട് വിരിഞ്ഞ് ഇപ്പോൾ എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു കാന്താരിക്കൊല്ലയോ നമ്മൾ സാധാരണ എന്തൊരു സാധനം വെച്ചാലും അതിൻ്റെ മണ്ട കൊത്തിയെടുക്കും. അതുപോലെ ഈ മലയണ്ണാനാണെങ്കിൽ ഒരു തെങ്ങുണ്ടെങ്കിൽ അത് മൊത്തവും തേങ്ങയും കിഴിച്ച് കുരങ്ങ് കയറി അത് പറിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിതം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാഴ്ചയ്ക്കൊക്കെ ഇവിടെ അടിപൊളി സ്ഥലങ്ങളാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മറ്റ് വനങ്ങളോ അല്ലെങ്കിൽ വന്യമൃഗ വേട്ടയോ ഇതൊന്നുമില്ല, അതൊക്കെ ഓക്കെയാണ് വരുന്നവർക്കെല്ലാം. പക്ഷേ ജനജീവിതത്തിന് ഒരു അല്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യം കൂടുതലാണ്, എണ്ണത്തിൽ കൂടുതൽ. പഴയ കാലങ്ങളിലേക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ വനത്തിലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ വനമല്ലേ, അപ്പം തീറ്റയില്ല. പന്നിയല്ല ഇവിടെ ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം ഉണ്ട്, എങ്കിൽ തന്നെ കൃഷിയില്ല. പന്നിയല്ല നാട്ടുമ്പുറത്തോട്ടെ കാര്യം, ഇവിടെ കൃഷി. അതെ, ഞങ്ങളിവിടെ പന്നിയാണ് ഇവിടെ ഭയങ്കര ശല്യം. വട്ടത്താമരയോ വട്ടത്താമര എന്നാണ് ഞങ്ങളവിടെ പറയുന്നത്. വട്ടയില അല്ലേ? കുരങ്ങന്മാര് ആ സൈഡില്. രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു മലയണ്ണാനും കുരങ്ങും. വെയിലായില്ലേ, റെസ്റ്റ് എടുക്കാൻ പോയതായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ ഇതുമായിട്ടങ്ങ് ഇത് പൊരുത്തപ്പെട്ട് കാണും അല്ലേ? പൊരുത്തപ്പെട്ട് പോയി. നമ്മളിപ്പം വേറെ കാര്യമാണ്, നമ്മുടെ ജീവിതം ഇവിടെ അല്ലേ. പിന്നെ നമ്മൾ ഇതുമായിട്ട് ഈ വനമായിട്ടൊക്കെ ഞങ്ങൾ പൊരുത്തപ്പെട്ട്, നമുക്ക് അതൊരു വലിയ കുഴപ്പമില്ല. കാണാം. എല്ലാവരും ചില സന്ദർഭങ്ങളിൽ ഇവർ ഇച്ചിരി അക്രമമായിരിക്കും. ഇവിടെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ പലരല്ലേ വരുന്നത്, അപ്പം കുഞ്ഞുങ്ങളൊക്കെ വരും. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഇട്ട് കൊടുത്തു പോയെങ്കിൽ പിന്നെ അത് മാറത്തില്ല. അതിവിടെ നമുക്ക് യാതൊരു ശല്യമില്ല. നമ്മൾ വരുന്നവരോട് പറയും ഒന്നും കൊടുക്കരുത്, കാരണം ഇട്ട് കൊടുത്തു പോയെങ്കിൽ പിന്നെ പാടാ. പിന്നെ അത് ശരി, അത് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ആ പാർക്കിംഗ് ഏരിയ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ യാതൊരു ശല്യമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല, ചുമ്മാ തുറന്നിട്ടിട്ട് പോകാമായിരുന്നു. ഈ കഴിഞ്ഞവരുടേക്ക് പിന്നെ നമുക്ക് അവിടെ ഒരു സ്ഥിരം പച്ചക്കറിക്കാരൻ കിടക്കാനും ഒരു വണ്ടി കൊണ്ടുവരും. പുള്ളി അവിടെ കൊണ്ടിടുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് കിടക്കുന്ന ഇതൊക്കെ പറക്കിയിട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവർ ഓരോരുത്തർ കൂട്ടം കൂടി വരാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ വരുന്ന വണ്ടിക്കാർ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ വേസ്റ്റ് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുങ്ങൾ വന്ന് പിന്നെ വണ്ടിയിലൊക്കെ കയറാൻ തുടങ്ങി. ഇപ്പോൾ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞ് ഈ പച്ചക്കറിക്കാരനും ഇപ്പോൾ വരുന്നില്ല, ഇപ്പോൾ പിന്നെ ശല്യം മാറി. ഇപ്പം ഫുഡ് കിട്ടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുങ്ങൾ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. അത് നമ്മൾ കൊടുത്തു പോയെങ്കിൽ പിന്നെ അതല്ലേ നമുക്ക് ഈ തേക്കടിയിലൊക്കെ പോയാലൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈലും ബാഗും ഒക്കെ കൊണ്ടുവന്നില്ലേ മറ്റുള്ളിടത്തൊക്കെ. ഇവിടെ അങ്ങനെയുള്ള ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊടുക്കാൻ സമ്മതിക്കത്തില്ല, നമ്മൾ പറയല്ല, കണ്ടിട്ട് പോട്ടെന്ന്. പക്ഷെ നമ്മൾ ആഹാരം കൊടുക്കുന്നോണ്ടല്ല പറഞ്ഞത്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. വരുന്ന ചിലപ്പോൾ കൊട്ടയ്ക്കകത്ത് ഇരുന്ന് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിക്കും, അപ്പോൾ അതൊക്കെ എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതുകൊണ്ട് ഇപ്പം ശല്യമില്ല. ആറ്റുവഞ്ചി കണ്ടോ, നല്ല പച്ചപ്പല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ഥലം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെ പത്തനംതിട്ട ആ റൂട്ടും ഒക്കെ നല്ല ഭംഗിയാ, ചുറ്റും മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാനും. ഞങ്ങൾ കാറിന് ഇവിടുന്ന് ഒരു 30 കഷ്ടിച്ചൊരു 300 പിന്നെ 30 മീറ്റർ ഒരു 40 മീറ്റർ കാണിച്ചു. ഏതാ പാർക്കിംഗ് ഏരിയ എന്ന് റോഡിലോട്ട് കയറി ആ ലെഫ്റ്റ് തിരിഞ്ഞൊരു കഷ്ടിച്ചൊരു 100 മീറ്റർ കൂട്ടിക്കും. 100 മീറ്റർ അങ്ങോട്ട് ഇറങ്ങാമെങ്കിൽ നല്ല അടിപൊളി ഒരു പിന്നെ ഈ കമ്പലേനകത്തിലൊരു പുൽകൃഷിത്തോട്ടമുണ്ട്, ആനയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ കോന്നി ആനത്താവളത്തിലേക്ക് പുല്ല് കൊടുക്കുന്നത്, അവിടെ വേണ്ടി പോയി വീഡിയോ എടുക്കാൻ അടിപൊളി. എന്താ അതിന്റെ പേര്? പുൽകൃഷി. റേഞ്ച് ഓഫീസ് അതാണ് അങ്ങ് പോകും. അവിടെ അല്ല, നമ്മുടെ പാർക്കിംഗ് ഏരിയയിലെ വണ്ടി കിടക്കുന്നത്. വണ്ടി എടുത്ത് നമ്മൾ റോഡേക്ക് വരുന്നു, എന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു 100 മീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കൃഷിത്തോട്ടമുണ്ട്. അതിനകത്ത് കയറിയ നല്ല അടിപൊളിയാണ് വീഡിയോ. വരുന്ന യൂട്യൂബർമാരൊക്കെ അവിടെ പോയി വീഡിയോ ചെയ്യും. അത് കാണാനും നല്ല മൈതാനം പോലെ കിടക്കും. ഇപ്പൊ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, പോയി എടുക്കാം. വെയിലാകാം, അവിടെ റോഡിൽ നിന്നോണ്ടേ എടുക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി എടുക്കാം. അത് ഇപ്പുറത്തോടല്ല, ആ പാലം, അവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ
വലത്തോട്ട് തിരിഞ്ഞാൽ ആ റോഡെ കൂടെ അങ്ങോട്ട് കയറി അതിനകത്ത് കയറി എടുക്കാം. അവിടെ ആൾക്കാരുണ്ട്, നല്ല അടിപൊളിയാണ് നിങ്ങൾ കണ്ടിട്ട്. നല്ല രസമാണ്, നല്ല ഏറിയ അങ്ങോട്ട്. മഴയുള്ളപ്പോൾ ഒരാൾക്ക് പണിന്നോട്ട് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഫീസോ കാര്യങ്ങളൊന്നുമില്ല. മണ്ണിയറ വെള്ളച്ചാട്ടം. അല്ല നമ്മൾ ഇതിനകത്ത് അടിച്ചു കൊടുത്താൽ അറിയാം. പക്ഷേ വെള്ളമില്ല, ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് വന്നിട്ടുണ്ട്. ഒന്നും ബീച്ചില്ല, അടിപൊളിയാണ്. ഭയങ്കര ജനമുള്ള വെള്ളച്ചാട്ടം. മഴയുള്ളപ്പോഴേ വെള്ളമില്ല. പിന്നെ ഞങ്ങളിവിടെ കോന്നിയിൽ ഊരാളിക്കാവിൽ പോയാണ്. ഊരാളിക്കാവ് പോയിട്ടില്ല. സെറ്റപ്പ് ആണോ? ആണോ? അത് എവിടെയായിട്ടാ? കോന്നി ടൗണിൽ ചെന്ന് നേരെ ഇപ്പൊ നിങ്ങൾ കോന്നി ടൗണിൽ ചെല്ലുമല്ലേ? കോന്നി ടൗണിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുന്ന് പോകുന്നത് ആനക്കൂട്ടി പോകുന്നെങ്കിൽ ആനത്താവളത്തിൽ പോവാം. ആനത്താവളം അവിടെ അത് കേട്ടിട്ടുണ്ടല്ലേ? ആനക്കൂട്ടോ, ആനത്താവളം. അത് കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കോന്നി ടൗണിൽ ചെന്നിട്ട് നമ്മൾ നേരെ തിരുവനന്തപുരം റൂട്ട് പിടിക്കണം. അവിടുന്ന് 2 കിലോമീറ്റർ എലിയറയ്ക്കൽ, അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഇങ്ങനെ കല്ലേലി കൊക്കാത്തോളം എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്കാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിന് മേൽക്കൂരയൊന്നുമില്ല. അങ്ങനല്ല, മേൽക്കൂരയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് ഈ ആറിൻ്റെ തീരത്ത് ഒരു പിന്നെ വനത്തിനകത്തിലാണ് ഊരാളിക്കാവുന്നത്. ക്ഷേത്രം അടയ്ക്കുന്നില്ല. എപ്പോഴും 24 മണിക്കൂർ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതിനകത്തിലൊക്കെ കണ്ട് കാണും. പക്ഷെ അത് ഈ പറഞ്ഞ യൂട്യൂബൊക്കെ വന്നാൽ അവർക്കത് വലിയ ഇതാണ്. പോയി ഫോട്ടോ എടുക്കാൻ നിങ്ങളൊന്ന് പോയി നോക്കരുത്. നിങ്ങൾക്ക് സെറ്റപ്പായിരിക്കും. നിങ്ങൾ ഇറങ്ങിയത് ഭയങ്കര ഇതാണ്. അവിടെ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. ക്ഷേത്രമായിട്ട് നമുക്ക് ഇറങ്ങാം. റോഡെ കൊണ്ടൊന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ അതിങ്ങനെ മൈതാനോട്ട് ഇങ്ങനെ എല്ലാം ഭയങ്കര സെറ്റപ്പാണ്. എന്തോ ആളാ വരുന്നത്. ഊരാളിക്കാവ് അപ്പൂപ്പൻ കാവുന്ന ആരുടെയും കോന്നി കൊണ്ടിട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അപ്പൂപ്പൻ കാവെന്ന് ചോദിക്കണം. ഊരാളിക്കാവ്. അങ്ങനെ ചേട്ടൻ ഞങ്ങളെ സക്സസ്ഫുള്ളി തിരിച്ചെത്തിച്ചു. നിങ്ങളെല്ലാരും വരണം കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാനാകണമെന്നില്ല, കാരണം ഇങ്ങനെ നമ്മൾ മാറിയും തിരിഞ്ഞും വരുമ്പോൾ അത് ശരിയാ. ചേട്ടൻ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മറ്റാരെയും അറിയും. എല്ലാവർക്കും 10-12 വർഷം ഈ ആറ്റി. അടിപൊളി. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടാ ഞങ്ങളുടെ. അടിപൊളിയായി. ശരി ശരി, താങ്ക്സ് ചേട്ടാ. ഈ സൈഡിലോട്ടൊന്നുമില്ല, ഇവിടെ കുറച്ചുകൂടെ തെളിഞ്ഞ വെള്ളം. ഇവിടെ ഇറങ്ങുന്ന കൊടേ ചെരുപ്പ് വേണമെങ്കിൽ ഇട്. എൻ്റെ ചെരുപ്പ് കുഴപ്പമില്ല, നനഞ്ഞാലും പ്രശ്നമില്ല. എൻ്റെ ചെരുപ്പ് വാ, വലിയ തണുപ്പൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. നിക്കേ, ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ, ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അത്യാവശ്യം തണുപ്പുണ്ടല്ലോ. ആഴം കുറവാണ് ഗൈസ്, വലിയ ആഴമൊന്നുമില്ല, സേഫാണ് എന്നും പറഞ്ഞ് ഒത്തിരി അങ്ങ് പോകണ്ട. അതുകൊണ്ട് അവിടെ പോവാ. അങ്ങോട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. നീ ഇതൊക്കെയാണ് ബണ്ട് കെട്ടി വെച്ചേക്കണേന്ന് തോന്നുന്നു കേട്ടാ. അത് നോക്ക്, ചിത്രശലഭത്തിനെ പറപ്പിച്ച് കളഞ്ഞു. അയ്യോ ഗൈസ്, നിങ്ങൾ ആരും ഹീൽസ് ഒന്നും ഇട്ടോണ്ട് വരരുത് കേട്ടോ. ഞാൻ ദേ ഹീൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇച്ചിരി പാടാണ് കേട്ടോ ഇവിടെ നടക്കാൻ. ഞാൻ വേറൊരു ചെരുപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ ദാ ഇതും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മീനൊക്കെ പോണില്ലേ? ഇല്ല, പോടെ. മീനല്ലത്, എന്തത്? കരിയല്ല. അതോ പോന്നു. ഇതിൽ കിട്ടുന്നുണ്ടോ എന്തോ. ഇതാ പോന്നു. അടിപൊളി സ്ഥലമാണ് കേട്ടോ. വെയിലില്ലാത്ത സമയത്തൊന്ന് വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ?
അതെ അതെ. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ യാത്രയുടെ ബാക്കി കാഴ്ചകളും വിവരങ്ങളും ഒക്കെ വേറെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കാതെ 2-3 വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ. ബൈ.